ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കിഷോർ ആകെ കലികളൊക്കെ വന്നിരിക്കും. അപ്പോൾ നമ്മുടെ കിഷോറിന്റെ അമ്മയും അനിയത്തിയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഏട്ടാന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ സ്വത്തുക്കളെല്ലാം ഇവള് തിരിച്ച് മേടിച്ചു, എന്നെ ഒരു വെറും ഫോട്ടോസ്റ്റാറ്റ് കട മേടിപ്പിച്ച് ഇവള് ചതിച്ചടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെങ്ങൾ പറയുന്നുണ്ട്, നമുക്കൊരു വീടുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, ഇവരിനി ഒറ്റയ്ക്ക് കിടന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം ഒരു പാതിരാത്രി നമ്മുടെ കിഷോറും അമ്മയും അനിയത്തിയും അവിടെ നിന്നും നമ്മുടെ അവർണിക്ക് ഒറ്റയ്ക്കാക്കി തനിച്ചാക്കി ഇറങ്ങുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ അവർണിക്ക് കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. എന്തായാലും സ്വന്തം കുഞ്ഞിന്റെ അച്ഛനല്ലേ പോകുന്നത് എന്നുള്ളൊരു രീതിയിലാണോ ആ കരച്ചിൽ, ഇനി ഒറ്റയ്ക്കാക്കി പോയതിന്റെ സങ്കടമാണോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അതിനുശേഷം നമ്മുടെ രഞ്ജു പുതിയ പ്ലാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ നമ്മുടെ പ്രിയമോളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. വേറെ ഒന്നുമല്ല, നമ്മുടെ രഞ്ജുവിൻ്റെ അടുത്ത് നമ്മുടെ ഗീതു കൂടുതൽ സ്നേഹം നമ്മുടെ പ്രിയമോളുടെ മുന്നിൽ വെച്ച് കാണിക്കുന്നു, നമ്മുടെ ഗോവിന്ദൻ കാണിക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രിയമോളുടെ ഉള്ളിൽ ആ ഒരു ദേഷ്യം വളർത്തി അവളെ എങ്ങനെയെങ്കിലും പ്രതികരിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ട് നമ്മുടെ രഞ്ജുവിനും ഗീതുവിനും ഒക്കെ ഉള്ളത്. അപ്പം നമ്മുടെ ഗീതു നമ്മുടെ രഞ്ജുവിനോട് പറയുന്നുണ്ട്, ഈ ഒരു പ്ലാൻ സക്സസ് ആവുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ രഞ്ജു ആ ഒരു പ്ലാൻ പ്രകാരം നമ്മുടെ പ്രിയമോളുടെ അടുത്തേക്ക് എന്താണ് ഫുഡൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗീതുവും ഗോവിന്ദൊക്കെ അവിടെ ഒളിഞ്ഞു നിന്ന് വാച്ച് ചെയ്യുവാട്ടോ, എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. മിക്കവാറും ആ ഒരു പ്ലാൻ ചീറ്റി പോകട്ടോ. നമ്മുടെ പ്രിയ ചിലപ്പോൾ നമ്മുടെ രഞ്ജുവിനോട് ചിരിച്ചും കളിച്ചൊക്കെ സംസാരിക്കുന്നതായിരിക്കാം അവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.